കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീനാരായണ ഗുരു ജയന്തി. കേരളത്തിന്റെ നവോത്ഥാനത്തിന് വെളിച്ചം പകർന്ന ആ മഹാഗുരുവിന്റെ വാക്കുകൾക്ക് ഇന്നും പ്രസക്തിയുണ്ട്. ഗുരുവിന്റെ ജയന്തി ദിനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചു. അതിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. സമൂഹത്തിൽ വർഗീയത പടർത്താനും മനുഷ്യരെ ഭിന്നിപ്പിക്കാനും ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മനുഷ്യത്വത്തെക്കാൾ വലുതാണ് ജാതിയെന്ന് ചിലർ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജാതിയും മതവും പടർത്തിയ അന്ധവിശ്വാസങ്ങളെ തൂത്തെറിഞ്ഞ കേരളത്തിൽ പോലും ഇത്തരം ആശയങ്ങൾ വേരുറപ്പിക്കുകയാണെന്ന് അദ്ദേഹം വേദനയോടെ പറഞ്ഞു. ഇതെല്ലാം കേൾക്കുമ്പോൾ നല്ല വാക്കുകൾ, പക്ഷേ ഈ വാക്കുകൾക്ക് പിന്നിലെ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. മുഖ്യ വിമർശനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വന്തം പാർട്ടിയുടെയും സർക്കാരിൻ്റെയും പ്രവർത്തനങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് അത്യാവശ്യമാണ്. ആദ്യം സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നന്നാക്കിയിട്ട് മതി അയൽക്കാരനെ ഉപദേശിക്കുന്നത് എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെയാണ് മുഖ്യമന്ത്രിയുടെ ഈ പോസ്റ്റും. ഒരു വശത്ത് വർഗീയതയും ജാതി വിഭജനത്തെയും വിമർശിക്കുമ്പോൾ മറുവശത്ത് അതേ കാര്യങ്ങളെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കാണാതിരിക്കാൻ സാധിക്കുകയില്ല. സമൂഹത്തിൽ വർഗീയത പടർത്തുന്നവരെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ സർക്കാർ വിവിധ ജാതിമത സംഘടനകളെ പ്രീണിപ്പിച്ച് വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും പിന്നിൽ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഓടി നടക്കുന്ന ഒരു ഭരണം ശബരിമല വിഷയത്തിൽ കണ്ടത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. വിശ്വാസികളെ രണ്ട് തട്ടിലാക്കിയതും പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിയതും പിന്നീട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വിശ്വാസികൾക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുന്നതും അയ്യപ്പ സംഗമം നടത്താനായി ഓടി നടക്കുന്നതും ഒന്നും നമ്മൾ മറക്കുന്നില്ല. അന്ന് വിശ്വാസികളുടെ ഇടയിലുണ്ടായ ഭിന്നതയും വിള്ളലുകളും വർഗീയതയ്ക്ക് വളമിടുന്നതിന് തുല്യമായിരുന്നില്ലേ? ഗുരുവിന്റെ വാക്കുകളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാനാണ് പഠിപ്പിച്ചത്. എന്നാൽ ഈ സർക്കാർ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും പ്രത്യേക വിഭാഗങ്ങളായി കണ്ട് അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകി ഓരോ സമുദായത്തെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെയൊരു സമീപനം സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കുകയാണോ അതോ വിഭജനം സൃഷ്ടിക്കുകയാണോ? ഇത് ഗുരുവിന്റെ വാക്കുകൾക്ക് വിരുദ്ധമല്ലേ? പിന്നോക്ക വിഭാഗക്കാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും സംവരണങ്ങളും അത് അർഹിക്കുന്നവർക്ക് എത്തുന്നുണ്ടോ എന്ന് സർക്കാർ ഒന്ന് ഉറപ്പാക്കണം. എന്നാൽ ചില പ്രത്യേക സമുദായങ്ങളെ മാത്രം പ്രീണിപ്പിക്കാനും അവർക്ക് മാത്രം സഹായങ്ങൾ നൽകാനും ശ്രമിക്കുന്നത് മറ്റ് സമുദായങ്ങളുടെ ഇടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട്. ഈ സമീപനം വർഗീയ ശക്തികൾക്ക് വളരാൻ അവസരം നൽകുന്നു. കാരണം തങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ലെന്ന് ഒരു വിഭാഗം ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവരെ സ്വാധീനിക്കാൻ വർഗീയ സംഘടനകൾക്ക് എളുപ്പമാകും. മുഖ്യമന്ത്രിയുടെ ഈ പോസ്റ്റ് കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അത് വെറും വാക്കുകൾ മാത്രമാണ്. യാഥാർത്ഥ്യവുമായി അതിന് ബന്ധമൊന്നുമില്ല. ജാതി വിഭജനത്തെ വിമർശിക്കുന്ന അതേ പാർട്ടി ജാതിയുടെ പേരിൽ സ്ഥാനാർത്ഥികളെ നിർണയിക്കുകയും ജാതി നോക്കി വോട്ട് പിടിക്കുകയും ചെയ്യുന്നു. ഈ ഇരട്ടത്താപ്പ് സമൂഹത്തിന് അപകടകരമാണ്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്ന് പറഞ്ഞ ഗുരുവിന്റെ ആശയങ്ങളെ സ്വന്തം നെഞ്ചിലേറ്റുന്നവർ ആദ്യം സ്വന്തം രാഷ്ട്രീയത്തിലെ ജാതിയും മതവും മാറ്റിവെക്കണം. എന്നിട്ട് വേണം സമൂഹത്തെ ഉപദേശിക്കാൻ. വർഗീയതയുടെയും ജാതി വിഭജനത്തിന്റെയും കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥമായ ആശങ്കയുണ്ടെങ്കിൽ അത് ആദ്യം നടപ്പിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും സർക്കാരിന്റെയും നയങ്ങളിലാണ്. വെറും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പകരം അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അല്ലാത്ത പക്ഷം ഈ വാക്കുകൾ വെറും രാഷ്ട്രീയ പ്രീണനത്തിനുള്ള മറ്റൊരു ഉപകരണം കൂടിയായി മാത്രമേ നമ്മളെല്ലാവരും കാണൂ. നമ്മുടെ സമൂഹം ഒന്നിച്ചു നിൽക്കണമെങ്കിൽ ഭരണാധികാരികൾക്ക് ആത്മാർത്ഥത ആദ്യം ഉണ്ടാകണം. അല്ലാത്ത പക്ഷം വാഴുന്നവരും വീഴുന്നവരും ഒരുപോലെ ഈ ദുർഘടമായ പാതയിലൂടെ സഞ്ചരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.